ജനങ്ങളെ 35 ദിവസം കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിധിയെ കാത്തിരിക്കുന്നത്. അറിഞ്ഞ് തിരഞ്ഞെടുക്കും ജനങ്ങൾ, അറിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഒരുപക്ഷെ ഇല്ലാത്ത കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടി പറയുന്ന ശീലം മാത്രമുള്ള കോൺഗ്രസ് UDF സഖ്യം അങ്ങനെയായിരിക്കാം അത് പറയുന്നത്. പാലക്കാട് പി സരിൻ മത്സര രംഗത്തേക്ക് എത്തുന്നതിന് കുറച്ചു മുൻപ് വരെ മിനിമം 10,000 വോട്ടിനെങ്കിലും താങ്കൾ ജയിക്കുമെന്ന് വ്യക്തമായി മാപ്ര കുഴലുകൾക്ക് മുന്നിൽ വിളിച്ചോതിക്കൊണ്ട് നടന്നതാണ് VD സതീശനും അതുപോലെ വ്യാജൻ മാങ്കൂട്ടത്തിലുമൊക്കെ. എന്നാൽ അവർക്കൊന്നും ഇപ്പോൾ ആ പഴയ കോൺഫിഡൻസ് ഇല്ല. കാര്യം എതിർ സ്ഥാനാർത്ഥിയായി എത്തിയത് സരിനായതുകൊണ്ട് അവർക്കൊരു ഭയം തട്ടിയിട്ടുണ്ടെന്ന് സാരം. എന്തായാലും അത്തരത്തിലുള്ള ഭയമൊന്നും നമ്മുടെ പി സരിനില്ല. പാലക്കാട്ടെ ജനങ്ങളോട് തനിക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെന്ന് സരിൻ്റെ ഈ വാക്കുകൾ പറയും. ആത്മവിശ്വാസമാണ് സരിന്. വിജയപ്രതീക്ഷയുണ്ടെന്നുള്ള വലിയ ആത്മവിശ്വാസം. വോട്ട് എണ്ണിത്തുടങ്ങുന്ന നിമിഷം മുതൽ ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുമെന്നാണ് മനസ്സിലാവുന്നത്. 1,37,305 വോട്ടുകൾ എന്നുള്ളതാണ് എൻകോറിൽ ഇന്നലെ അവസാനമായി രേഖപ്പെടുത്തിയത്. അതായത് മിനിഞ്ഞാന്ന് ഏറ്റവും അവസാന രാത്രി പുറത്തുവിട്ട വോട്ടുകളിൽ നിന്ന് ആകെ 3 വോട്ടുകളുടെ വ്യത്യാസമാണ്. EVM-ൽ പോൾ ചെയ്ത വോട്ടുകൾ 85 വയസ്സിന് മുകളിലുള്ളതും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ വോട്ടുകളും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. തപാൽ വോട്ടുകൾ ഇനി കിട്ടാനുള്ളതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അത് നാളെ രാവിലെ 7:59 വരെ അത് നൽകാം. ETPBS വന്നു. അതെല്ലാം ചേർന്ന് ഒരു 960 മുകളിൽ വോട്ടായിട്ടുണ്ട് ഇപ്പോൾ. അതായത് 1,38,500 വോട്ടായിരിക്കും എണ്ണാൻ വേണ്ടി ഉണ്ടാവുക എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞൊരു വോട്ടാണത്. 1,38,500 വോട്ടിൽ നിന്നാണ് വിജയെ തീരുമാനിക്കേണ്ടത്. തപാൽ വോട്ടുകളിൽ ഫോർമാലിറ്റി പാലിക്കപ്പെടാത്ത വോട്ടുകളൊക്കെ തള്ളിപ്പോകുന്നതും നോട്ടയും മറ്റ് 7 സ്ഥാനാർത്ഥികളും എല്ലാം പിടിക്കുന്നതുമായി ഒരു 3,500 വോട്ടുകൾ എന്ന് പരിഗണിക്കുകയാണെങ്കിൽ മറ്റ് 3 സ്ഥാനാർത്ഥികൾക്കായി 1,35,000 വോട്ടുകളുണ്ട്. ഇതാണ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാഥമികമായിട്ട് അത് 3ആയി തിരിക്കുകയാണെങ്കിൽ കൃത്യം 45,000 വോട്ട് വീതമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് വിചാരിക്കുക. ഈ 45,000 വോട്ടാണ് 3 മുന്നണികളും അവരുടെ ബെഞ്ച് മാർക്കായി, അവരുടെ ബേസ് ലൈനായിട്ട് പറയുന്നത്. അതിൻ്റെ അർത്ഥം 3 മുന്നണികൾക്കും 45,000 വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വളരെ കൃത്യമായി 3 മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നു. ഇടതുപക്ഷം അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ LDF അനുകൂല വോട്ടുകളായി ഈ ഇലക്ഷനിൽ പോൾ ചെയ്ത വോട്ടുകൾ എന്നുള്ള രീതിയിലുള്ള കണക്കെടുപ്പിലൂടെ 46,000-ന് മുകളിലായിട്ട് LDF അനുകൂല വോട്ടുകൾ എന്നുള്ള കണക്കിലും എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിഷ്പക്ഷ സ്വതന്ത്ര വോട്ടുകളും അതുപോലെ ഇനി നിസ്സംഗരായിരുന്നവർ പുതുതായി വന്ന് ബൂത്തിലെത്തി വോട്ട് ചെയ്തതും അടക്കം പരിഗണിക്കുമ്പോൾ ഒരു 4,000-ൽ കുറയാത്ത വോട്ടുകൾ ലഭിക്കേണ്ടതാണ്. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 50,000 വോട്ട് പോലും തികച്ചു വേണ്ട എന്നുള്ളതാണ് ആദ്യവും അവസാനവുമായി മനസ്സിലാക്കേണ്ടത്. ശക്തമായ ത്രികോണ മത്സരത്തിൽ 1-ാമതും 3-ാമതും എത്തുന്ന ആളുകൾ തമ്മിൽ 5,000 വോട്ടിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ എങ്കിൽ 49,000 വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന് തന്നെയാണ് ഇപ്പോഴും അനുമാനിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള സാധ്യത LDF സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഉണ്ട് എന്ന് വിലയിരുത്തുന്നു. അവർക്കത് പറയാം. കണക്കുകൾ കയ്യിലുണ്ടെങ്കിൽ BJP അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപക്ഷെ ഇല്ലാത്ത കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടി പറയുന്ന ശീലം മാത്രമുള്ള കോൺഗ്രസ് UDF സഖ്യം അങ്ങനെയായിരിക്കാം അത് പറയുന്നത്. ക്ലെയിം ആർക്ക് വേണമെങ്കിലും നടത്താം. നാളെ എന്തായാലും ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ജയിച്ച ആൾക്ക് വിജയിയുടെ സർട്ടിഫിക്കറ്റ് വരെ റിട്ടേണിംഗ് ഓഫീസറെ കൈമാറി കഴിഞ്ഞിട്ടുണ്ടാകും. ഏറിയാൽ 22 മണിക്കൂർ അതിനുള്ളിൽ വരുന്നൊരു ജനവിധിയുടെ പോസ്റ്റ്മോർട്ടം വരെ തുടങ്ങിക്കാണും. എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ജനങ്ങളെ 35 ദിവസം കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിധിയെ കാത്തിരിക്കുന്നത്. അറിഞ്ഞ് തിരഞ്ഞെടുക്കും ജനങ്ങൾ, അറിഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് റിസൾട്ടിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം.